നമസ്കാരം. കൂട്ടക്ഷരങ്ങളുടെ തൂലികാ പരിചയം എന്ന പങ്ക്തിയിലേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ലോങ് ടൈം നോ സീ അല്ലേ? ശരിയാണ്, നമ്മൾ തമ്മിൽ കണ്ടുമുട്ടിയിട്ട് കുറെ നാളുകളായി. പേഴ്സണലായ ചില തിരക്കുകളിൽ പെട്ടുപോയതാണ് ഞാൻ. സാരമില്ല, ഇതാ വീണ്ടും ഞാൻ വന്നിരിക്കുന്നു. കൂട്ടക്ഷരങ്ങളിലെ പ്രതിഭാധനരായ എഴുത്തുകാരെ പരിചയപ്പെടുത്തുന്ന പങ്ക്തിയായ തൂലികാ പരിചയത്തിലേക്ക് ഒരിക്കൽ കൂടി നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. നമുക്കറിയാം, ഏതു തരത്തിലുള്ള എഴുത്തും, കഥയാകട്ടെ, കവിതയാകട്ടെ, ലേഖനങ്ങളാകട്ടെ, സാമൂഹ്യ പ്രസക്തിയുള്ള വിഷയങ്ങളാകട്ടെ, ഏതിനെക്കുറിച്ചുമുള്ള എഴുത്തുകൾ കൂട്ടക്ഷരങ്ങളിൽ ലഭ്യമാണ്. അതെല്ലാം കൈകാര്യം ചെയ്യാൻ പറ്റിയ പ്രതിഭാധനരായ ഒരു പറ്റം എഴുത്തുകാരാണ് കൂട്ടക്ഷരങ്ങളുടെ മൂലധനം തന്നെ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് പ്രണയകഥകളുടെ രാജ്ഞിയായ, ആഖ്യാനത്തിന്റെ വശ്യത കൊണ്ടും പ്രമേയത്തിന്റെ ആഴം കൊണ്ടും കൈകാര്യം ചെയ്യുന്ന വിഷയങ്ങളുടെ നമ്മൾ കാണാത്ത തലങ്ങൾ കൈകാര്യം ചെയ്യുന്നതിലെ നൈപുണ്യം കൊണ്ടും വേറിട്ട് നിൽക്കുന്ന ഒരു എഴുത്തുകാരിയുടെ ഒരു ബ്ലോഗും കൊണ്ടാണ്. നിങ്ങൾക്കെല്ലാവർക്കും എഴുത്തുകാരിയെ ഒരുപക്ഷെ അറിയാമായിരിക്കും. സാനി മേരി ജോൺ ആണ് പ്രിയപ്പെട്ട എഴുത്തുകാരി. സാനിയുടെ ഒരു ബ്ലോഗ് അല്ലെങ്കിൽ ഒരു കഥ വായിച്ചു കഴിഞ്ഞാൽ നമ്മൾ തീർച്ചയായിട്ടും സാനിയുടെ ഒരു കട്ട ഫാനായി തീരും എന്നുള്ളതിൽ ഒരു സംശയവുമില്ല. തേടിപ്പിടിച്ച് അടുത്ത കഥകൾ വായിക്കാൻ നമ്മൾ ശ്രമിക്കും. അത്തരത്തിലുള്ള ആകർഷണീയമായ, വശ്യമായ എഴുത്തിന്റെ ഉടമയാണ് സാനി മേരി ജോൺ. സാനിയുടെ കലുഷിതം എന്ന ചെറുകഥയാണ് ഞാനിവിടെ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. അതിന്റെ ആദ്യ ഭാഗം ഇങ്ങനെയാണ്. ഇന്നത്തെ ഈ ദിവസം പൂർണമായും ഗോവിന്ദനായി ഞാൻ മാറ്റിവെച്ചതാണ്. വർഷങ്ങളായി എന്റെ ഓർമ്മകളിലും ചിന്തകളിലും അയാൾ കടന്നു വന്നിരുന്നില്ല. വരാൻ ഞാൻ സമ്മതിച്ചില്ലെന്നതാവും ശരി. വാശിയായിരുന്നു എനിക്ക്. ആ വാശിയാണ് ഇവിടെ വരെ എത്തിച്ചതും ഗോവിന്ദ് എന്നയാളുടെ സഹായമില്ലാതെ. വിനയ് തുറന്നു പിടിച്ച ഡോറിലൂടെ വണ്ടിയിലേക്ക് കയറി സീറ്റിലേക്ക് ചാരിയിരുന്നതും ഞാൻ കണ്ണുകളടച്ചു. നിമിഷങ്ങൾക്കകം അവൻ വണ്ടി സ്റ്റാർട്ട് ചെയ്തു. വണ്ടി നീങ്ങിത്തുടങ്ങിയതും സ്റ്റീരിയോയിൽ നിന്ന് സംഗീതമൊഴുകി. എന്നിട്ടും നീ എന്നെ അറിഞ്ഞില്ലല്ലോ, എന്നാത്മനയനങ്ങൾ തുടച്ചില്ലല്ലോ. അമ്മയുടെ മനസ്സ് ശാന്തമാകാൻ അവരുടെ പ്രിയ ഗായികയുടെ പാട്ടല്ലാതെ മറ്റൊന്നിനുമാവില്ലെന്ന് അവനറിയാം. അല്പസമയത്തിനുള്ളിൽ തന്നെ സ്റ്റിയറിംഗിൽ അമർന്നിരുന്ന അവന്റെ ഇടതുകൈ എന്റെ വലതുകൈയിൽ അമർന്നു. ഞാൻ കടന്നുപോകുന്ന അവസ്ഥ അവൻ ഊഹിക്കാൻ കഴിയുന്നുണ്ട്. അവന്റെ കൈവിരലുകളിലെ നേരിയ ചൂട് എനിക്ക് അനുഭവപ്പെട്ടു. കലുഷിതമായ മനസ്സ് അല്പം ശാന്തമാവട്ടെ എന്ന് അവൻ ധരിച്ചു കാണും. ഇതാണ് ബ്ലോഗിന്റെ കഥയുടെ ആദ്യ ഭാഗം. ഈ കഥയുടെ പൂർണ്ണരൂപം വായിക്കുവാൻ കൂട്ടക്ഷരങ്ങൾ എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. കൂട്ടക്ഷരങ്ങളുടെ ഫേസ്ബുക്ക് പേജിലും ഈ കഥയുടെ ലിങ്ക് അവൈലബിൾ ആണ്. ഇതുപോലുള്ള നല്ല നല്ല കഥകളും നല്ല നല്ല വായനാനുഭവങ്ങൾക്കുമായി നിങ്ങൾ ഫേസ്ബുക്ക് പേജോ അല്ലെങ്കിൽ കൂട്ടക്ഷരങ്ങൾ വെബ്സൈറ്റോ സന്ദർശിക്കുക. ഞങ്ങളുടെ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക. പുതിയ പുതിയ ബ്ലോഗുകളെ കുറിച്ചുള്ള വിവരങ്ങൾ ആ ഫേസ്ബുക്ക് പേജിൽ അവൈലബിൾ ആണ്. അപ്പോൾ പുതിയ ഒരു റൈറ്ററെയും ആ റൈറ്ററുടെ ബ്ലോഗിനെയും കുറിച്ചുള്ള വിശേഷങ്ങളുമായി അടുത്ത ലക്കത്തിൽ കണ്ടുമുട്ടാം. അതുവരെ, ദിസ് ഇസ് സിൽവി സൈനിങ് ഓഫ്. ബൈ.